ഗൂഗിൾ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് ജമ്മു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ട്വീറ്റ് ചെയ്ത ചില കാര്യങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഡ്രൈവിംഗ് ടു ജമ്മു നൗ take to stock on the situation after the last night's failed Pakistan drone attack directed at Jammu city and other parts of the ഡിവിഷൻ എന്നൊരു ട്വീറ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അദ്ദേഹം ജമ്മുവിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ യുദ്ധത്തെപ്പറ്റി പറയുമ്പോൾ അത് ഇരുഭാഗത്തും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് ഈ കുപ്വാരയ്ക്കടുത്തുള്ള ചൗക്കിബാലിൽ നിന്നൊക്കെ നിരവധി പേര് അവിടെ നിന്ന് മാറി താമസിക്കുന്നു. ഇപ്പോൾ ജമ്മു മുഖ്യമന്ത്രി ജമ്മുവിലേക്ക് പോകുന്നു. സുരക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്, സുരക്ഷാ സാഹചര്യം എന്തെന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കശ്മീരിൽ ഭരണകൂടം എടുക്കുന്ന നടപടികൾ എന്തൊക്കെയായിരിക്കും? തീർച്ചയായും കൃഷ്ണ, ആ ചിത്രം അദ്ദേഹം കാറിനുള്ളിൽ നിന്ന് പുറത്തെ റോഡിന്റെ ദൃശ്യം പങ്കുവെക്കുന്ന ഒരു ചിത്രം കൂടി അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ സമയത്ത് ഇത്ര സംഘർഷഭരിതമായ ഈ വാർത്തകൾ വരുന്ന സമയത്ത് പോലും അതിനെ ഡിഎസ്കലേറ്റ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെൻഷൻ അല്പം കുറയ്ക്കുന്നത് കൂടിയാണ് ആ ദൃശ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ജീവിതം അല്ലെങ്കിൽ മൂവ്മെൻ്റ് ഒക്കെ സാധാരണ രീതിയിൽ നടക്കുന്നു. അത് അല്പം മുമ്പ് വന്ന അഗ്നൂറിൻ്റെയും സാമ്പയുടെയും ഒക്കെ ഇന്നലെ രാത്രിയിൽ വലിയ ഏറ്റുമുട്ടലുണ്ടായ അല്ലെങ്കിൽ വലിയ ആക്രമണങ്ങൾ നേരിട്ട അതിർത്തി പ്രദേശങ്ങളാണ്. അഗ്നൂരിലായാലും സാമ്പയ്ക്ക് നേരെയും ഒക്കെ ആയാലും വലിയ ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും വന്നതാണ്. അത് ഇന്ത്യ പ്രതിരോധിച്ചു, തകർത്തു, തരിപ്പണമാക്കി. അവിടെ ആ സ്ഥലങ്ങളിലൊക്കെയും ഇന്ന് പുലർച്ചെ ആളുകൾ പുറത്തിറങ്ങുന്നുണ്ട്, റോഡുകളിൽ ആളുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി അവർക്കുണ്ടാക്കിയ ഒരു പരിഭ്രാന്തിയെപ്പറ്റി അവർ അടക്കമുള്ള മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായിരുന്നു. അതിൽ ചില ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് ട്വിറ്ററിലടക്കം ലഭിക്കുന്നുണ്ട്. രാത്രിയിൽ ഉണ്ടായ ഈ ഡ്രോൺ ആക്രമണം, അതിലുള്ള റിട്ടാലിയേഷൻ, ഈ വിഷ്വലുകളൊക്കെ അവർ വീടിനകത്തിരുന്നു കൊണ്ട് ഇത് കണ്ടതാണ്. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ്. ഇപ്പോഴത്തെ സാഹചര്യം അതുതന്നെയാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ ഈ LOCയോട് അടുത്ത് ചേർന്നിട്ടുള്ള ആളുകൾക്ക് ഇത് ഒരു പുതിയ കാര്യമല്ല. അവരുടെ വീടുകളിൽ ബങ്കറുകളുണ്ട്, അവർ അത്തരത്തിൽ പ്രിപ്പയർഡാണ്. ഇത്തരം സാഹചര്യങ്ങൾ പൂഞ്ചിലും രജൗരിയിലും ഒക്കെ നിരന്തരമായി ഈ പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാകുന്നു. എപ്പോഴാണ് വെടിവെപ്പ് ഉണ്ടാവുക? നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ പണിയെടുക്കുന്ന മനുഷ്യർക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു തിരിച്ചടി എന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ നിന്നും ഒരു പുതിയ പ്രകോപനം അല്ലെങ്കിൽ പിന്നീട് നടന്ന പാകിസ്ഥാൻ്റെ നീക്കം അങ്ങനെയായിരുന്നു. സാധാരണക്കാർക്ക് നേരെയായിരുന്നു. 16 പേരാണ് കൊല്ലപ്പെട്ടത്. വീടുകൾ പലതും അഗ്നിക്കിരയായത്. സലാമാബാദിലടക്കം ആ ദൃശ്യങ്ങൾ 24 സംഘം ബൽറാം നെടുങ്ങാടിയുടെ നേതൃത്വത്തിലുള്ള സലാമാബാദിലെ ഗ്രാമപ്രദേശങ്ങളിൽ നേരിട്ട് പോയി ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ആ പ്രദേശങ്ങളിലൊക്കെ ആളുകൾ ഈ സാഹചര്യം വളരെ അവർക്ക് പരിചിതമാണ്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ ഈ കഴിഞ്ഞ കുറേ കാലം എടുത്തു കഴിഞ്ഞാൽ സമാധാന ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന, ടൂറിസത്തിലൂടെ വരുമാനം കണ്ടെത്തിക്കൊണ്ടിരുന്ന പുതിയ ഒരു നിലയിലേക്ക്, ജീവിതക്രമത്തിലേക്ക്, ഒരു സാമ്പത്തിക ക്രമത്തിലേക്കും ഒരു രാഷ്ട്രീയമായും ഒരു സ്ഥിരതയുള്ള ജനാധിപത്യ സംവിധാനത്തിലേക്കൊക്കെ വന്ന ശേഷമാണ് ഈ പഹൽഗാമിലുണ്ടായ ഈ ഒട്ടും നനയ്ക്കാത്ത അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അതിന് തുടർച്ചയാണല്ലോ ഈ എല്ലാ സംഭവ വികാസങ്ങളും. അങ്ങനെ നോക്കിയാൽ ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രിയുടെ ഈ യാത്ര, അത് ഒരു തരത്തിൽ അദ്ദേഹം സ്വാഭാവികമായി ഈ പ്രദേശങ്ങളിൽ എന്താണ് കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് വിലയിരുത്തുക എന്നതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ യാത്ര മറ്റൊരു തരത്തിൽ നോക്കിയാൽ കുറച്ചുകൂടി നമുക്ക് ഈ ടെൻഷൻ ഡീഎസ്കലേറ്റ് ചെയ്യുന്ന ഒരു ദൃശ്യം കൂടിയാണ്. ഏതായാലും വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ യാത്ര, ജമ്മുവിലേക്കുള്ള യാത്രയുടെ ദൃശ്യങ്ങളാണ് പങ്കുവെക്കുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും, അതിർത്തിയിലെ പല മേഖലകളിലും ഇപ്പോഴും വെടിവെപ്പ് തുടരുന്നുണ്ട് എന്നതാണ്. ബോർഡർ പോസ്റ്റുകളിൽ പലയിടങ്ങളിലും, അത് രജൗരിയിലും കുപ്വാരയിലും ഉറിയിലും ഒക്കെ പല ഇടങ്ങളിലും ഇപ്പോഴും പാകിസ്ഥാൻ്റെ പ്രകോപനം തുടരുന്നുണ്ട്. ഇന്നലെ കിട്ടിയ അടിയൊന്നും പോരാ എന്നതായിരിക്കാം ഒരു പക്ഷേ. ഏതായാലും ഇപ്പോഴും ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ, പ്രകോപനങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും തുടരുന്നുണ്ട്. പക്ഷേ അതൊരു എന്താ പറയുക, ഒരു വലിയ തരത്തിലുള്ള ഒരു ഡ്രോണോ അല്ലെങ്കിൽ മിസൈലോ ഒന്നും ഉപയോഗിച്ചിട്ടുള്ള ഒരു ആക്രമണമല്ല, വെടിവെപ്പാണ്. അത് ഇന്ത്യൻ സേന കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിരോധിച്ചതുപോലെ ശക്തമായി തന്നെ തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് കൃത്യമായി റിട്ടാലിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പോസ്റ്റുകൾ അത്ര കനത്ത തിരിച്ചടി അവർക്ക് നൽകുന്നുമുണ്ട്. ഏതായാലും ഇന്നലെ രാത്രിയിലുള്ള ഒരു ഭീതിതമായ അല്ലെങ്കിൽ അങ്ങേയറ്റം യുദ്ധസമാനമായ ഒരു സാഹചര്യം, സംഘർഷഭരിതമായ സാഹചര്യത്തിന് അയവ് വന്നിട്ടുണ്ട് ഇന്ത്യൻ തിരിച്ചടിയോടുകൂടി. ഏതായാലും ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ കനത്ത ജാഗ്രതയിലാണ്. കാരണം എല്ലാ പകലും അങ്ങനെയാണ്, കനത്ത ജാഗ്രതയിൽ രാജ്യം തുടരുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് കുറച്ചുകൂടി ഇന്നലത്തെ കനത്ത തിരിച്ചടി ഇന്ത്യ നൽകിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പറഞ്ഞ അമൃത്സറിലും പഞ്ചാബിലെ പല ഭാഗങ്ങളിലും ആളുകളോട് വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്, അല്ലെങ്കിൽ ജനലുകൾക്ക് സമീപത്ത് പോയി നിൽക്കരുത്, ഇതൊക്കെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിൽ നിന്ന്
മാക്സിമം നമുക്ക് നമ്മുടെ പൗരന്മാരെ അവരെ സംരക്ഷിക്കുക, അവരുടെ ജീവനും സംരക്ഷിക്കുക എന്ന നിർദ്ദേശമാണ് ബ്ലാക്ക് ഔട്ടിൽ തുടരുക എന്നത്. അതൊരു പ്രിക്കോഷണറി മെഷർ മാത്രമാണ്. അത് ഏതെങ്കിലും ആശങ്കയുടെ പുറത്തോ ഒരു ഭയപ്പാടിൻ്റെ പുറത്തോ ഉള്ള നിർദ്ദേശമല്ല. അത് മുമ്പ് തന്നെ നമ്മൾ ജനങ്ങളെ പരിശീലിപ്പിച്ചതാണ്. അതിനായിരുന്നു മോക്ക് ഡ്രിൽ അടക്കം നടത്തിയത്. അത് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ നേരിടാം അല്ലെങ്കിൽ എങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്നത് ഒരു പക്ഷേ ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് മുമ്പേ അറിവുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു മോക്ക് ഡ്രിൽ നടത്തി ഏതാണ്ട് 70-71 ശേഷം ഇങ്ങോട്ടേക്ക് നടന്ന ആദ്യ മോക്ക് ഡ്രിൽ, അതിലൊക്കെ രാജ്യത്താകമാനം കേരളത്തിലടക്കം എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആളുകളും അത് പരിശീലിച്ചതും പരിചയിച്ചതുമാണ്. ആ സാഹചര്യത്തിലൂടെയാണ് ഏതാണ്ട് ഇപ്പോൾ ഈ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ പോകുന്നത്. ജമ്മുവിലെ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ്. അത് ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയതാണ്. അതേ സാഹചര്യം തന്നെ പഞ്ചാബിലുമുണ്ട്. രാജസ്ഥാനിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ അതീവ ജാഗ്രതയാണ്. ചണ്ഡീഗഡിലും ഹരിയാനയിലും ഡൽഹിയിലും നമ്മുടെ രാജ്യ തലസ്ഥാനത്തടക്കം കൂടുതൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ തിരിച്ചടി അത് ഇസ്ലാമാബാദ് വരെ, പാകിസ്ഥാൻ്റെ തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദ് വരെ എത്തിയപ്പോൾ, അതല്ല അവരുടെ സൈനിക കേന്ദ്രമായ റാവൽപിണ്ടിയിലേക്ക് എത്തിയപ്പോൾ, അവരുടെ വ്യവസായ കേന്ദ്രമായ കറാച്ചിയിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഏത് തരത്തിലായിരിക്കും ഈ പറഞ്ഞ ലക്കും ലഗാനുമില്ലാത്ത സൈനിക നീക്കത്തിൻ്റെ അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ പേര് കേട്ട രാജ്യമാണ് പാകിസ്ഥാൻ. അതിനി ഭീകരരുടെ ഭാഗത്തു നിന്നാണോ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നാണോ എന്നാണ് അറിയേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ സാഹചര്യം, അവിടെ അവർക്കുണ്ടാകുന്ന ആഭ്യന്തരമായ പ്രശ്നങ്ങൾ, BLA അടക്കം, ബലൂച്ച് ലിബറേഷൻ ആർമി അടക്കം അവരുടെ പാകിസ്ഥാൻ സർക്കാരിന് വെല്ലുവിളിയാകുന്ന, പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തലവേദന ഉണ്ടാക്കുന്ന കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്ന ആക്രമണം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് വരുന്നുണ്ട്. കാരണം ഒരു വശത്ത് ഇന്ത്യയെ ആക്രമിക്കാൻ എത്തുന്ന പാകിസ്ഥാനിലേക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇറാൻ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ആ ഭാഗങ്ങൾ ക്വറ്റയടക്കം അവർ കൈപ്പിടിയിലാക്കി എന്നതാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ അവകാശവാദം. അവർ അത്തരത്തിലുള്ള നീക്കം നടത്തുന്നു. അപ്പോൾ രണ്ട് വശത്തും ഇത്തരത്തിലൊരു പ്രതിരോധത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങേണ്ടി വരുന്നു. അതിനിടയിലാണ് ഇന്ത്യയെ അടിച്ച് തിരിച്ചടി കനത്ത തോതിൽ അത് രാജ്യത്തിനകത്തേക്ക് കടന്നുകൊണ്ട് അത് തന്ത്രപ്രധാന ഇടങ്ങളിലേക്ക് ഇന്ത്യയുടെ ഡ്രോണുകളും ഇന്ത്യയുടെ മിസൈലുകളും ചെന്നെത്തിയത്. അത് INS വിക്രാന്തിൽ നിന്നടക്കം മിസൈൽ വർഷിക്കുന്ന, ഡ്രോണുകൾ വർഷിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നതാണ്. അങ്ങനെ ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങൾ സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ നിലംപരിശാകുന്ന കാഴ്ചയാണ് ഇന്നലെ രാത്രി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് കണ്ടത്. അതിനൊപ്പം കൂടിയാണ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്നത്. പ്രധാനമന്ത്രി അടക്കം സുരക്ഷിതമായ താവളത്തിലേക്ക് മാറ്റുന്നു, സേനാ മേധാവിയെ മാറ്റുന്നു. അത്തരത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അസ്ഥിരമായ ഒരു സാഹചര്യം. മുമ്പ് കൃഷ്ണ സൂചിപ്പിച്ച പോലെ അവരുടെ മാർക്കറ്റ് ഇടിയുന്ന ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും ഇന്ത്യൻ മാർക്കറ്റിൽ യാതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ മാർക്കറ്റ് ഇടിയുന്നത് കണ്ടതാണ്. അതേ സാഹചര്യം ഇനി സ്വതവേ ദാരിദ്ര്യമാണ്. ഇപ്പോഴേ ദാരിദ്ര്യം ഇനി എന്താവും എന്ന അവസ്ഥയാണ് പാകിസ്ഥാനുള്ളത്. IMFൽ നിന്ന് കൂടുതൽ ഫണ്ട് സ്വീകരിക്കും അല്ലെങ്കിൽ കൂടുതൽ സഹായം വാങ്ങും പാകിസ്ഥാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇത്ര കനത്ത തിരിച്ചടി നേരിടുമ്പോൾ അവരുടെ എല്ലാ ഡ്രോണുകളും ആകാശത്ത് തന്നെ വെടിതീർന്നു പോകുമ്പോൾ ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നത് അതിന് കൂടുതൽ സാമ്പത്തികം വേണ്ടിവരും. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് നേരെ നീങ്ങണമെങ്കിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ തകരാറിലായിരിക്കുന്ന, തകർന്ന് തരിപ്പണമായിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതൊന്നും നേരെയാക്കി എടുക്കാൻ പോലുമുള്ള സാവകാശം ലഭിക്കുന്നതിന് മുമ്പാണ് ഇന്ത്യക്ക് നേരെ വീണ്ടും ആക്രമണവുമായി എത്തിയത്. ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാകെ ഇന്ത്യൻ ഡ്രോണിൻ്റെ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ ഡ്രോണുകൾ അവരുടെ വോൾട്ടൺ എയർ സ്പേസിന് മുകളിൽ ചെന്നാണ് പൊട്ടുന്നത്. അത്തരത്തിൽ അവരുടെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവരുടെ എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇന്നലെ രാവിലെ ഇന്ത്യൻ ഡ്രോണുകൾ അവിടെ ചെന്ന് പൊട്ടിയത്. അതിനുശേഷവും ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഈ സംവിധാനങ്ങളൊന്നും തിരികെ പഴയതുപോലെ ആക്കാൻ, ഇതൊന്നും മെൻറ്റ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിരോധമില്ലാത്ത ഘട്ടത്തിൽ പോലും വീണ്ടും ഇന്ത്യക്ക് നേരെ ഒരു മോശം തീരുമാനം, ഒരു യുദ്ധത്തിൻ്റെ കാര്യത്തിലെത്താലോ അല്ലെങ്കിൽ എന്ത് ഡിപ്ലോമസി നോക്കിയാലും ഒരു പ്രതിരോധ സംവിധാനം ഇല്ലാത്ത സമയത്ത് ഫ്രീ ഹാൻഡായി ചെന്ന് കയറുക എന്നൊക്കെ പറയില്ലേ, മടയിലേക്ക് ചെന്ന് കയറി കൊടുക്കുക എന്ന് പറയുന്ന തരത്തിൽ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും കെട്ടഴിഞ്ഞ് കിടക്കുന്ന ഒരു സമയത്ത് ഇന്ത്യക്ക് നേരെ ആക്രമിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് തകർന്ന് കിടക്കുന്ന ഇടത്തേക്കാണ് ഇന്ത്യ കടന്നു ചെന്ന് ഇന്നലെ രാത്രിയിൽ ആക്രമണം നടത്തിയത്. ഏതായാലും ആ ആക്രമണത്തിൽ പാകിസ്ഥാൻ അടിമുടി വിറച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ സേനയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു ആവേശത്തിലുള്ള ഒരു വെടിവെപ്പോ അല്ലെങ്കിൽ ആക്രമണമോ ഒന്നും അതിർത്തിയിലില്ല. പക്ഷേ പൂഞ്ചിലും രജൌരിയിലും ഉറിയിലും അടക്കം ചിലയിടങ്ങളിൽ ഇപ്പോഴും പോസ്റ്റുകൾക്ക് നേരെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വെടിപൊട്ടിക്കുന്നുണ്ട് പാകിസ്ഥാൻ.